ാവും ഒപ്പം ഗ്രാമപഞ്ചായത്തുകൾ സ്ക്രീനിലേക്ക് നോക്കൂ. വളരെ വേഗത്തിൽ തന്നെ ദൃശ്യമാവുന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും കൃത്യമായ ഫലമാണ് ഉണ്ടാവുന്നത്. ഏറ്റവും ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ക്രീനിന്റെ മുകളിലത്തെ ഭാഗത്തേക്കാണ്. അവിടെയാണ് കോർപ്പറേഷനുകളിൽ ഓരോ കോർപ്പറേഷനുകളിലും എങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ആകെയുള്ള 75 ഡിവിഷനുകളിൽ എത്ര ഡിവിഷനുകളിൽ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്, എത്രയിൽ UDF മുന്നിട്ട് നിൽക്കുന്നു, എത്രയിൽ NDA മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ കഴിയും. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ആകെയുള്ളത് 101 ഡിവിഷനുകളാണ്. അതിൽ എത്രയിടത്ത് LDF, എത്രയിടത്ത് NDA, എത്രയിടത്ത് UDF എന്നത് അറിയാൻ കഴിയും. അത് വളരെ പെട്ടെന്ന് മാറിക്കഴിയും. അതൊരു 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ മുഴുവൻ ഡിവിഷനുകളിലെയും ഓരോ കോർപ്പറേഷനുകളിലെയും മുഴുവൻ ഡിവിഷനുകളിലെയും ഫലം അറിയാൻ കഴിയുകയും ചെയ്യും. ഈ BJP അവകാശപ്പെടുന്നത് തിരുവനന്തപുരത്തിന് പുറമെ അവരുടെ തൃശ്ശൂരൊക്കെ വലിയ അവകാശവാദമുള്ള ഇടമാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ BJP അവകാശപ്പെടുന്ന പോലെ രീതിയിലേക്ക് വന്നില്ലെങ്കിലും തൃശ്ശൂർ ഒരുപക്ഷെ അവർ വലിയ വോട്ട് പിടിച്ചാൽ അവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ ചിത്രം ചിലപ്പോൾ മാറിപ്പോയേക്കാം. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് കോർപ്പറേഷനിൽ. അങ്ങനെ കോർപ്പറേഷൻ ഫലങ്ങൾ നിർണായകമാകും. ഒരുപക്ഷെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് പിടിക്കാനായാൽ അത് സംസ്ഥാനത്ത് അവരവകാശപ്പെടും, സംസ്ഥാന ഭരണം പിടിച്ചാൽ ഈക്വലായി അവർ തന്നെ അവകാശപ്പെടുന്ന രീതിയിലേക്ക് തന്നെ പോകും. കിരൺ, ഈ കോർപ്പറേഷൻ്റെ ഫലങ്ങളാണല്ലോ ഏറ്റവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ദിവസത്തെ ഒരുപക്ഷെ ഏറ്റവും അധികം ആകർഷകമാക്കുകയും അല്ലെങ്കിൽ ഏറ്റവും ആകാംക്ഷ ഉണ്ടാക്കുകയും ചെയ്തു. വാശി ഉണ്ടാക്കുന്നത്. അതെ, വാശി. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നാൽ ഇപ്പം ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള CPM-ന്റെ കണക്കെടുപ്പിൽ ചില ആശയക്കുഴപ്പങ്ങൾ അവർ തന്നെ പങ്കുവയ്ക്കുന്നു. 50-നും 60-നും ഇടയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോഴും 50-ൽ എത്തുമോ എന്നുള്ള കാര്യം അവർക്കും സംശയമുണ്ട്. ഒപ്പം പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, ചില നേതാക്കളെ കുറ്റപ്പെടുത്തുന്ന അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ CPM-ന് പിഴച്ചോ എന്ന വലിയൊരു ആശങ്ക അവർക്കുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. രണ്ട്, BJPക്കും അത്ര കണ്ട് സുരക്ഷിതമല്ല എന്ന ചിന്തകളും അവർക്കുണ്ടാവുന്നുണ്ട്. കോൺഗ്രസും അങ്ങോട്ട് പൂർണ്ണമായ കോൺഫിഡൻസ് ഇല്ല. കോൺഗ്രസിന് ഒരു കാര്യം അവർക്ക് ഉറപ്പുണ്ട്, അതായത് കഴിഞ്ഞ തവണത്തെ 10 എന്ന് വളരെ മോശം പ്രകടനത്തിൽ നിന്ന് മാറ്റം വരും ഇല്ലേ, അതാണ് UDF-ന്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ വരികയാണെങ്കിൽ കേവല ഭൂരിപക്ഷം, അതായത് ഒറ്റയ്ക്ക് ഭരിക്കുവാൻ ഈ 51 സീറ്റുകൾ ആർക്കും കിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ വരും. അതാണ് നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ സഹായമില്ലാതെ ആർക്കും ഇവിടെ ഭരിക്കാൻ കഴിയുകയില്ല എന്ന്. കിരൺ, എന്തായാലും ഈ തിരുവനന്തപുരത്ത് വോട്ട് പെട്ടിയിലാണ്, ഇതാ എണ്ണാൻ പോവുകയാണ്. 3 കക്ഷിക്കും കോൺഫിഡൻസ് അങ്ങ് പൂർണ്ണമല്ല എന്നൊരു അവസ്ഥയുണ്ടോ? എന്താണ് തിരുവനന്തപുരം പറഞ്ഞിരിക്കുന്നത് എന്നൊരു ആശയക്കുഴപ്പം മുന്നണികൾക്ക് പൊതുവിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ആശ്വാസം നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസ്സുകാർക്ക് ഭരണം കിട്ടില്ല എന്നതിൽ അവർക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്താം എന്നതിലും അവർക്ക് ഏറെക്കുറെ ഉറപ്പുണ്ട്. കഴിഞ്ഞ തവണ 10 സീറ്റ് എന്നുള്ളതായിരുന്നു, ഇത്തവണ അത് 15-20 സീറ്റിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ 25 സീറ്റിലേക്കൊക്കെ എത്തിക്കാൻ കഴിയും. പുറമേക്ക് ഞങ്ങൾ ജയിക്കും, ഭരണം കിട്ടും എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ഒരു കാൽക്കുലേഷൻ അങ്ങനെയാണ്. കഴിഞ്ഞ തവണത്തെ ഇരട്ടി പെർഫോമൻസോടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥിതി തിരുവനന്തപുരത്ത് മെച്ചപ്പെടുത്തുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഇടതുമുന്നണിയും BJP-യുമാണ്. കാരണം ഇടതുമുന്നണിയും BJP-യുമാണ് ഭരണത്തിനു വേണ്ടി കടുത്ത മത്സരം നേരിടുന്ന 2 പാർട്ടികൾ. ഇടതുമുന്നണിയെ സംബന്ധിച്ച് 4 പതിറ്റാണ്ട് കാലമായി തിരുവനന്തപുരം ഇടതുമുന്നണിയുടെ കോട്ടയാണ്. അവിടെ ഒരു കാര്യത്തിനും ഇളക്കം തട്ടിയിട്ടില്ല തിരുവനന്തപുരത്തിന്. അങ്ങനെ ഇളക്കം തട്ടാതെ നിൽക്കുന്ന തിരുവനന്തപുരത്ത് ഏതെങ്കിലും തരത്തിൽ ഇളക്കം തട്ടിയാൽ കഴിഞ്ഞ തവണയും തൊട്ടു മുന്നിലെ തവണയും കഴിഞ്ഞ 2 തവണയും വലിയ വെല്ലുവിളിയൊക്കെ നേരിട്ടതാണ് ഇടതുമുന്നണി. BJP-യുടെ വലിയ മുന്നേറ്റമായിരുന്നു ഈ വെല്ലുവിളിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥിതി വല്ലാതെ പിന്നാക്കം പോവുകയും പ്രധാനപ്പെട്ട മുന്നണിയായി ഇടതുമുന്നണി നിൽക്കുകയും രണ്ടാമത്തെ പാർട്ടിയായി UDF നിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് BJP-ക്ക് വലിയ തോതിലേക്ക് നഗരത്തിൽ കഴിഞ്ഞ 2 നഗരസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റമുണ്ടായി. അതുതന്നെയാണ് ഇത്തവണ BJP ഏതു വിധേനയും തിരുവനന്തപുരത്തിൻ്റെ ഭരണം പിടിക്കണം. തിരുവനന്തപുരത്തെ ഭരണം BJP പിടിച്ചാൽ അത് കേരളം മുഴുവൻ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് സ്വാഭാവികമായും അറിയാം. കാരണം തലസ്ഥാന നഗരമാണ്. തലസ്ഥാന നഗരത്തിൽ സെക്രട്ടേറിയറ്റ് അടക്കം നിൽക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളുടെയും ആസ്ഥാനം നിൽക്കുന്ന സ്ഥലത്ത് BJP-ക്ക് ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ അവിടെ BJP-ക്ക് കൂടുതൽ നിയന്ത്രണം വരുന്നു. അതോടൊപ്പം തന്നെ മേയറെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെയും ഒഴിവാക്കാൻ കഴിയാത്ത സാന്നിധ്യമാണ് മേയറുടെ സാന്നിധ്യം. അവിടെയെല്ലാം ഒരു BJP മേയറുടെ സാന്നിധ്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. BJP-ക്ക് കേരളത്തിലാകെ ആ തരത്തിലേക്ക് ഒരു വലിയ ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മുന്നോടിയായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതയായി അത് മാറും. അവരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് BJP-ക്കുള്ളിൽ മുൻകാലങ്ങളിലെ പോലെയല്ല. ഇത്തവണ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യയുമൊക്കെയായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത്തരം കുറിപ്പുകളുമൊക്കെയായി ബന്ധപ്പെട്ടും അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, BJP-യും RSS-ഉം തമ്മിലുള്ള തർക്കങ്ങൾ, പ്രവർത്തകർക്കിടയിൽ പ്രാദേശികമായി തന്നെ ഈ അധികാരത്തിന് വേണ്ടിയുള്ള വലിയ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഈ അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് മറ്റു പാർട്ടികൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലും, അധികാരം കിട്ടുന്ന പാർട്ടികൾക്കുണ്ടാകുന്ന
ഉണ്ടാകുന്ന എല്ലാ തരത്തിലെ ജീർണതകളും മറ്റു പാർട്ടികളെക്കാൾ ഒരു തരത്തിൽ കൂടുതൽ വേഗത്തിൽ തിരുവനന്തപുരത്തെ BJPയെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലെ ഒരു അനൈക്യം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായി നിർത്തുന്ന ഘടകം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഈ ഭരണം നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇപ്പോൾ അത്തരത്തിൽ പാർട്ടി ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളും ആ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം നേരിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അത് ശക്തമായി ബാധിക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം പ്രധാനപ്പെട്ട ചില നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലടക്കം ഉണ്ടായത്. അത്തരം വിഷയങ്ങളൊക്കെ പാർട്ടിയുടെ ഉള്ളിൽ എന്തായാലും ആ തരത്തിലേക്ക് ഒരു വലിയ ആശങ്കയുണ്ട്. അവർക്ക് പ്രതീക്ഷയേക്കാൾ വലുതായി ഈ ആശങ്ക നിലനിൽക്കുകയാണ്. ഏത് വിധേനയും ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നേതാക്കളുടെയൊക്കെ ഭാവിയെ സംബന്ധിച്ചും അവർക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉണ്ടാവുമോ എന്നതിലൊക്കെ തീരുമാനം കൂടി എടുക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇടതുമുന്നണിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ മറ്റൊരു പ്രതീക്ഷിക്കുന്നൊരു ഘടകം ഇത്തവണ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഈ തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ സീറ്റുകളിലും അവർ മത്സരിക്കുന്നുണ്ട്. ഭൂരിപക്ഷം സീറ്റുകളിലും ശക്തമായി തന്നെ പോരാട്ടം സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു ത്രികോണ പോരാട്ടം. എവിടെയും കോൺഗ്രസ് മാറി നിന്ന് CPM-ഉം BJP-യും മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിയും BJP-യും മാത്രമായിട്ടുള്ള ഒരു പോരാട്ടമല്ല നടക്കുന്നത്. അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ സാന്നിധ്യം ശക്തമാണ്. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. പല സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ സാന്നിധ്യം അത്രത്തോളം ദുർബലമായിരുന്നു. ഇങ്ങനെ കോൺഗ്രസ് ശക്തമായ രീതിയിൽ കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചാൽ അത് ഇടതുമുന്നണിയുടെ ആകെ വോട്ടിൽ ചില കുറവുകളൊക്കെ ഉണ്ടായാൽ പോലും അത് ഇടതുമുന്നണിയുടെ വിജയത്തിലേക്ക് അത് എത്തിക്കും. അങ്ങനെ ഒരു ത്രികോണ പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടിൽ കൂടി ഈ ഇടതുമുന്നണി CPM ഒക്കെ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJP NDA മുന്നണി വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ ശതമാനത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത്തവണ അത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമെന്നുള്ള പ്രതീക്ഷ സ്വാഭാവികമായിട്ടും BJPക്കുണ്ട്. അതിന് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആ നേട്ടമാണ് അല്ലേ? ഈ മഞ്ജുഷ, ഇപ്പം സംസ്ഥാനത്ത് പാലക്കാട്, പന്തളം 2 നഗരസഭകളാണ് അവർക്കുള്ളത്. ചില ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ 2 നഗരസഭകളുള്ളത്. പക്ഷേ ഇപ്പം തിരുവനന്തപുരം ജില്ലയിലെ വർക്കല വളരെ ക്രൂഷ്യലാണ്. BJP ഇത്തവണ ആശങ്ക CPM-ഉം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ BJP പിടിച്ചേക്കുമോ? ഇങ്ങനെ നഗരസഭകളിലേക്കും BJP കടന്നു പോയാൽ അവരുടെ അവകാശവാദം അവർ ഇരിങ്ങാലക്കുടയുടെ കാര്യം പറയുന്നുണ്ട്. അതെ, അത്തരം സാഹചര്യമുണ്ട്. കൊടുങ്ങല്ലൂരിന്റെ കാര്യം കൊടുങ്ങല്ലൂർ ശരി, കൊടുങ്ങല്ലൂർ അത്തരത്തിൽ അവകാശപ്പെടുന്ന ഒരു അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് BJP പറയുന്നു. അവിടെ ആർക്കാണ് നഷ്ടം സംഭവിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ 2 കോർപ്പറേഷനുകളും തിരുവനന്തപുരവും തൃശ്ശൂരും ഇത്രയും ശ്രദ്ധാകേന്ദ്രമായത് BJPയുടെ ഈ സാന്നിധ്യം തന്നെയാണ്. പക്ഷേ തൃശ്ശൂരിൽ അവർ കരുതുന്നത് പോലെ കഴിഞ്ഞ തവണത്തെ 6-ൽ നിന്ന് ഉടനെ തന്നെ ഈ ആകെയുള്ള 55 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ എത്ര സീറ്റുകൾ 28 സീറ്റുകൾ അവർക്ക് നേടണം. പക്ഷേ അതിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത്, കാരണം 6-ൽ നിന്നാണ് 28-ലേക്കുള്ള വളർച്ച വരേണ്ടത് തൃശ്ശൂർ കോർപ്പറേഷൻ. പക്ഷേ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് 35 ഡിവിഷനുകളിൽ മുന്നേറാൻ കഴിഞ്ഞു. പക്ഷേ ആ ഒരു സാഹചര്യം സജിത്ത് ഇത്തവണത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതാണ് വളരെ ക്രൂഷ്യലാവുന്നത്. മഞ്ജുഷ, ഈ സംസ്ഥാനത്ത് BJPയുടെ വളർച്ചയ്ക്ക് CPM എപ്പോഴും കോൺഗ്രസിനെയാണ് ഇതുവരെ കുറ്റപ്പെടുത്തിയത്. അതായത് കോൺഗ്രസിൻ്റെ വോട്ട് നഷ്ടം BJP നേട്ടമാക്കുന്നു. അത് സംസ്ഥാനത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തെ ബാധിക്കുന്നു. പക്ഷേ നമുക്ക് കാണാനാവുന്ന കാര്യം ഇത്തവണ മുതൽ അത് അല്ലെങ്കിൽ തൊട്ട് മുമ്പ് തന്നെ പ്രകടമാണ്. BJP കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല സ്വാധീനിച്ചത്, CPM-ന്റെ വോട്ടുകൾ കൃത്യമാണ്. CPM-ന്റെ സീറ്റുകൾ കുറച്ചിട്ടുണ്ട്. മാത്രമല്ല CPM-ന്റെ ശക്തി കേന്ദ്രമായ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ഭരണമാറ്റം ഉണ്ടായത്. ഇപ്പോൾ വർക്കലയടക്കം ഉദാഹരണമാണ്. അതിന് ഉത്തരവാദിത്തം പറയേണ്ട CPM നേതൃത്വമാണ്. അപ്പോൾ BJP വളർച്ച ഒരുപോലെ UDF-നെയും LDF-നെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ LDF-ന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് മധ്യ കേരളത്തിൽ അല്ലേ? കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഒരു പ്രാധാന്യം അവിടെയുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് എത്രത്തോളം മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ 2020 പോലെ ആയിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് UDF-നുള്ളത്. അവിടെ കേരള കോൺഗ്രസിന്റെ കോട്ടകളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷ UDF-നുണ്ട്. അതെ, ഈ മധ്യകാലം നമ്മൾ പറഞ്ഞു പോയപ്പോൾ BJPയുടെ കാര്യമായി ഒന്ന് കൂട്ടിച്ചേർക്കാം. അതായത് ഈ BJP സംസ്ഥാനത്ത് ക്രൈസ്തവ നയതന്ത്രമൊക്കെ പയറ്റിയിട്ടും ക്രൈസ്തവ മേഖലയുടെ പ്രധാന പ്രാതിനിധ്യമുള്ള ഈ മധ്യകേരളത്തിലെ ജില്ലകളിൽ BJPക്ക് അത്ര കണ്ട് വളർച്ച ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ BJPക്ക് ആ മേഖലകളിൽ കൂടെ ഒരുപക്ഷെ തദ്ദേശ സ്ഥാപനങ്ങളൊന്നും പിടിച്ചില്ലെങ്കിൽ കൂടിയും സീറ്റ് വർധനവ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പ്രതിഫലനം മധ്യകേരളത്തിൽ ഉണ്ടാവും. ഏതാനും ഗ്രാമപഞ്ചായത്തുകൾ അവർ ലക്ഷ്യമിടുന്നുമുണ്ട് അല്ലേ? മധ്യകേരളത്തിലും ലക്ഷ്യമിടുന്നുണ്ട്. അത് ഇടുക്കിയിൽ പോലും ആ രീതിയിലുള്ള കണക്കുകൂട്ടലുകൾ BJP നടത്തുന്നുമുണ്ട്. ഇടുക്കി ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കാൻ LDF-ന് കഴിഞ്ഞത് ഒരൊറ്റ ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സഹായം കൊണ്ടാണ്. അവിടെ ജില്ലാ പഞ്ചായത്തിൽ ഒരു തിരിച്ചുവരവ്, ശക്തി കേന്ദ്രം
കേന്ദ്രത്തിൽ തിരിച്ചുവരവ് UDF പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് ജയിച്ചതാണ്. പക്ഷേ അതുമാത്രം ഒരു ഫാക്ടറായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും വളരെ വ്യത്യസ്തമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇടുക്കിയിൽ നേട്ടമുണ്ടാക്കിയ തീരു UDFന് കോട്ടയത്ത് പഴയ പ്രതാപത്തിലേക്ക് വരേണ്ടതുണ്ട്, എറണാകുളം നിലനിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലും ഇല്ലേ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോർപ്പറേഷൻ ഭരണത്തിലേക്ക് തിരിച്ചു വരേണ്ടത് UDFന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരേണ്ടതും UDFന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയും. ഈ മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2026-ൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന UDFന് ഇല്ലേ ആശ്വാസകരമായി ഒന്നും കിട്ടില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുവാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. മജുഷ, ഒപ്പം ഒരു കാര്യം, ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ തിരികെ വരുന്നു എന്ന് UDFന് അവകാശപ്പെടണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് നമ്മൾ ഈ പറഞ്ഞ പോക്കറ്റിലുള്ള കോർപ്പറേഷനുകളിലും നഗരസഭകളിലും പ്രകടനം മികച്ചതാക്കണം.